ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ DPSP എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അടുത്ത പാർട്ടിൽ, അതായത് പാർട്ട് 3 വരുന്ന DPSP എന്താ ഡിസ്കസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കറിയാം പാർട്ട് 1 നമ്മൾ പഠിച്ചു. പാർട്ട് 2 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ സീരീസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. പാർട്ട് 3 കംപ്ലീറ്റ് ആക്കി. പാർട്ട് 1 യൂണിയൻ ആൻഡ് ടെറിട്ടറി, പാർട്ട് 2 സിറ്റിസൺഷിപ്പ്, പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആയതുകൊണ്ട് നമ്മൾ 3 പാർട്ട് ക്ലാസ് ആക്കി എടുത്തിട്ടാണ് പഠിച്ചത്. ഫസ്റ്റ് നമ്മൾ ഫ്രീഡം ഓഫ് ഓരോരോ ഫ്രീഡങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചു. പിന്നെ ഫ്രീഡം ഓഫ് റിലീജിയനൊക്കെ വന്ന അവസാനം റിറ്റ് വരെ എത്തി. അത് കഴിഞ്ഞിട്ട് 33, 34, 35 വരെ പഠിച്ചു. ഈ 36 തുടങ്ങുന്നത് എന്താണ്? അതാണ് ആർട്ടിക്കിൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഈ DPSPനെ കുറിച്ച് പറയുകയാണെങ്കിൽ DPSPൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് DPSC നമ്മളുടെ സ്റ്റേറ്റിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ആദ്യം തന്നെ അറിയാം. അതായത് ചെറുതാകുമ്പോൾ തന്നെ കുറച്ചൊക്കെ അറിയുന്നുണ്ടാവും, സ്കൂളിലൊക്കെ പഠിക്കുന്നത്. അതായത് നമുക്ക് കിട്ടുന്നൊരു റൈറ്റാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്. ഈ റൈറ്റ് നമുക്ക് ആരുടെ കയ്യിൽ നിന്നും എടുത്തു കളയാൻ പറ്റില്ല. നമുക്ക് സുപ്രീം കോടതിന് വരെ ഫണ്ടമെൻ്റൽ റൈറ്റ് ബ്രീച്ച് ഉണ്ടായാൽ അപ്രോച്ച് ചെയ്യാം. അതാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ DPSPയിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ DPSP ആരെയാണ് ബാധിക്കുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സിറ്റിസൺ ആണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ DPSP അറിഞ്ഞിരിക്കേണ്ടത് റൂളേഴ്സ് ആണ് മെയിനായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിറ്റിസൺസും അറിഞ്ഞിരിക്കണം. കാരണം ഈ DPSP നിഷേധിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് കോർട്ടിൽ പോകാൻ പറ്റില്ല. കാരണം DPSP എന്തിനാണ്? വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് DPSPയുടെ ചില കാര്യങ്ങൾ നമുക്കെടുത്ത് ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. DPSP മൊത്തം നമ്മളുടെ റൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ DPSPനെ കുറിച്ച് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. എന്താണ് DPSP? വെൽഫെയർ ഓഫ് സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള കുറേ നിർദ്ദേശ തത്വങ്ങളാണ്. മലയാളത്തിൽ പറയുകയെന്ന് വെച്ചാൽ നിർദ്ദേശ തത്വങ്ങൾ തന്നെയാണ് DPSPൻ്റെ മലയാളം വരുന്നത്. ഈ DPSP നമ്മൾ എവിടുന്ന ബോറോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയർലാൻഡിൽ നിന്നാണ്. അയർലാൻഡ്. DPSP ഈസ് ബോറോഡ് ഫ്രം അയർലാൻഡ്. അടുത്തത് ഡെമോക്രസിയിലും സോഷ്യലായിട്ടും ഈക്വാലിറ്റി വരുത്താനാണ് DPSP നോക്കുന്നത്. ഇനി DPSPനെ കുറിച്ച് കുറച്ച് ആൾക്കാർ പറഞ്ഞതൊക്കെയാണിത്. അതായത് DPSP നോവൽ ഫീച്ചറാണ് എന്ന് പറഞ്ഞത് ആരാണ്? അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അതിൽ നിന്നാണ് DPSP എടുത്തത്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതിൽ നിന്നാണ് DPSP എടുത്തതെന്ന് പറഞ്ഞത് ആരാ? BR അംബേദ്കർ ആണ്. ഇത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് DPSP മെയിനായിട്ട് എടുത്തത്. അയർലാൻഡിൽ നിന്നാണ് എടുത്തതെങ്കിലും അത് ആ ഒരു ഐഡിയയാണ്. നോവൽ ഫീച്ചറാണ്, ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞത് ആരാണ്? BR അംബേദ്കർ ആണ്. ഈ നോവൽ ഫീച്ചർ നല്ലൊരു എക്സാമിന് കണ്ടിരുന്നു. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷനും എക്സാംസിന് കാണാറുണ്ട്. ഓക്കെ, ഇത് പറഞ്ഞത് BR അംബേദ്കർ ആണ്. പിന്നെ പ്രിൻസിപ്പിൾ ദാറ്റ് വുഡ് ഫർദർ ദ ഗോൾ ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞത് ആരാണ്? ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണ്. ഓക്കെ, അടുത്തത് KC വെയർ എന്താ പറഞ്ഞത്? മാനിഫെസ്റ്റോ ഓഫ് എയിംസ് ആൻഡ് ആസ്പിറേഷൻ. ആരാ പറഞ്ഞത്? KC. ഇവരൊക്കെ പ്രിയാമ്പിളിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, ഈ ചെക്ക് പേയബിൾ ബൈ ദ ബാങ്ക് ആസ് ഇറ്റ്സ് ഓൺ കൺവീനിയൻസ് എന്ന് പറഞ്ഞത് KT ഷായ. അതായത് ബാങ്കിന് ഇഷ്ടമുള്ളപ്പോൾ അടയ്ക്കാൻ പറ്റുന്നൊരു ചെക്ക്, അതായത് അങ്ങനെ ഒരു ഇതാണല്ലോ DPSP. പിന്നെ മോറൽ പെർസ്പെക്റ്റ് ഓഫ് ദി അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് BN റാവു ആണ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ടുള്ള BN റാവു. ഡ്രാഫ്റ്റ്സ്മാൻ BR അംബേദ്കർ ആണ്. അഡ്വൈസർ ആയിട്ടുള്ള BN റാവു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഓരോരുത്തർ DPSPനെ കുറിച്ചിട്ട് എന്താണ് DPSP എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ KC വെയറും ഗ്രാൻവിൽ ഓസ്റ്റിനും ഓർത്തിരിക്കേണ്ടതാണ്. കാരണം ഇവർ വേറെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇന്നാൾ ഒരു എക്സാമിന് വന്നിരുന്നു. അപ്പോൾ ഇതും വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ഈ DPSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി 3 പ്രിൻസിപ്പിൾസിനെ ബേസ്ഡ് ആയിട്ട് ഉണ്ടാവും. നമ്മളിപ്പോൾ പഠിക്കണമെന്നില്ല, കാരണം ഇത് മൊത്തം പഠിച്ച് വരുമ്പോൾ പഠിച്ചാൽ മതി. എന്നാലും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതായത് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ. സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാലോ? സോഷ്യലിസം, റഷ്യയൊക്കെ ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണ്. അപ്പോൾ സോഷ്യലിസം പ്രിൻസിപ്പിൾ ഉള്ളതുണ്ട്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഉള്ളതുണ്ട്, പിന്നെ ലിബറൽ പ്രിൻസിപ്പിൾ ഉള്ളതുണ്ട്.
ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഗാന്ധി ഐഡിയോളജി. അതുപോലെ ലിബറൽ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ നല്ല ലിബറലായിട്ട് എല്ലാവർക്കും ഒരു സ്ഥലത്ത് കൂടാതെ എല്ലാവരും ലിബറലായിട്ടുള്ള ചിന്താഗതിയുള്ള പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇനി നമുക്ക് DPSPൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. DPSP എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 36, 37, 38 ഒന്നും കാര്യമായിട്ടില്ല. കാരണം അതൊക്കെ DPSPൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ് കണ്ടു, 14ാമത്തെ ആർട്ടിക്കിൾ നിന്നാണ് തുടങ്ങുന്നത്. 12ഉം 13ഉം എന്താ, ഇത് ഡെഫിനീഷൻ ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. അതുപോലെ ഇതെന്തായിരുന്നു, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റിനെ തെറ്റിച്ചുണ്ടാക്കുന്ന ലോ വോയിഡാന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. അതേപോലെയുള്ള 2 ആർട്ടിക്കിളാണ് ഏത്, ഈ 3 ആർട്ടിക്കിളാണ് ഇത് 36, 37, 38 വരെ. 36 എന്താണ്, ഇത് വേണമെങ്കിൽ 12ാമത്തെ ആർട്ടിക്കിളിനോട് ഇക്വേറ്റ് ചെയ്യുക. ഫണ്ടമെൻ്റൽ റൈറ്റ് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. അതേപോലെ ഇത് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 12 × 3 36. ഫണ്ടമെൻ്റൽ റൈറ്റ് 3ാമത്തെ ഭാഗത്തിലാണ്. അപ്പോൾ 12 × 3 36. രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ് വരുന്നത്. ഇനി 37ാമത്തെ ആർട്ടിക്കിൾ, ഇതൊക്കെ എളുപ്പം ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. 37ാമത്തെ ആർട്ടിക്കിൾ എന്താ, ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ഇൻ ദ കോർട്ട് ഓഫ് ലോ. ഓക്കെ, അത് എൻഫോഴ്സിബിൾ അല്ല. എൻഫോഴ്സിബിൾ ആയതുകൊണ്ട് എൻഫോഴ്സിബിൾ അല്ലാത്തതുകൊണ്ട്. നോൺ എൻഫോഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, അത് കോർട്ട് ഓഫ് ലോയിൽ നിർബന്ധിച്ച് പറയാൻ പറ്റില്ല. ഈ എൻഫോഴ്സിബിൾ ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആബ്സല്യൂട്ട് അല്ലെങ്കിലും കുറേ എൻഫോഴ്സിബിൾ ആയിട്ടുള്ളതുണ്ട്. അതുപോലെ നോൺ എൻഫോഴ്സിബിൾ ആണ് DPSP, അതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇതൊന്നും നോൺ എൻഫോഴ്സിബിൾ, അതായത് നമുക്ക് നിർബന്ധിച്ച് പാലിക്കണമെന്ന് പറയാൻ പറ്റില്ല. അത് പറയുന്നത് 37 ആണ് കേട്ടോ. അടുത്തത് 38 പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദി സ്റ്റേറ്റ് ടു മിനിമൈസ് ഇനീക്വാളിറ്റീസ് ഓഫ് ഇൻകം ഓക്കെ, ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്താ, വെൽഫെയർ ഓഫ് സ്റ്റേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഈ 3 ആർട്ടിക്കിളും അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. 36, 37, 38 3 ആർട്ടിക്കിൾ. ഓക്കെ, അടുത്തത് വരുന്നത് ആണ് ഇമ്പോർട്ടൻറ്റ്. 39ാമത്തെ ആർട്ടിക്കിളിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് മൊത്തം നമുക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും, പക്ഷെ ഇത് മൊത്തം നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. എന്താ നോക്കാം നമുക്ക്. അതായത് 39ാമത്തെ ആർട്ടിക്കിൾ ABCDEF 6 എണ്ണം ഉണ്ട്. ഈ F മാത്രമാണ് ആഡ് ചെയ്തത്, ബാക്കിയൊക്കെ ആദ്യം ഉണ്ടായിരുന്നതാണ്. F നമ്മളുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റായ 42nd അമെൻമെൻറ്റിലൂടെ ആഡ് ചെയ്തതാണ്. ഓക്കെ, ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീക്വേറ്റ് മീൻസ് ഓഫ് ലിവ്ലിഹുഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലിവ്ലിഹുഡ്, നമുക്ക് നല്ല ലിവ്ലിഹുഡ് വേണം. പിന്നെന്താ, ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ റിസോഴ്സ് ഒരു സ്ഥലത്ത് തന്നെ കൂടിക്കിടക്കരുത്. അതായത് ഇപ്പം ഒരാൾ മാത്രം റിച്ചായി വരിക, വേറെയുള്ളവരൊക്കെ പൂറായി വരിക. അപ്പം റിസോഴ്സ് മൊത്തം ഒരാളുടെ കയ്യിൽ കൂടിക്കിടക്കരുത്, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. റിസോഴ്സ് ഡിസ്ട്രിബ്യൂട്ടായിട്ട് വരണം, അത് പറയുന്നത്. ഇത് നമ്മൾ ലിബറൽ പ്രിൻസിപ്പിളാന്നൊക്കെ പഠിച്ചിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ DC എന്ന് പറഞ്ഞാൽ എന്താ, കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് പാടില്ല. ഇതും വെൽത്ത് കോൺസെൻട്രേറ്റ് ആവാൻ പാടില്ല. ഇത് ഡിസ്ട്രിബ്യൂട്ട് ആവണം എന്ന് പറയുന്നത്, ഇത് കോൺസെൻട്രേറ്റ് ആവാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെന്താ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. D ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇതൊക്കെ 39ൻ്റെ അടിയിൽ വരുന്നത് കേട്ടോ. അതുപോലെ ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് വർക്കേഴ്സ്. ടെൻഡർ ഏജുള്ള ചിൽഡ്രൻസിനെ അബ്യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താ, LDCPHC. ചിൽഡ്രൻ ഗിവൺ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ടു ഡെവലപ്പ് ഹെൽത്തി മാനർ ഓക്കെ, ചിൽഡ്രന് ഹെൽത്തി മാനറായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഇത് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് കോഡ് പോലെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇങ്ങനെയാണ്. അതായത് ഇതെന്താ, പബ്ലിക് ഹെൽത്ത് സെൻ്ററാണ്. അപ്പം പബ്ലിക് ഹെൽത്ത് സെൻ്ററിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാകുമല്ലോ. അപ്പോൾ LDC കിട്ടിപ്പോയവരാന്ന് വിചാരിച്ചാൽ മതി. LDC പബ്ലിക് ഹെൽത്ത് സെൻറ്റർ. LDC കിട്ടി പബ്ലിക് ഹെൽത്ത് സെൻറ്ററിൽ പോയ ആൾക്കാർ. ഇതെന്താ, നമ്മൾ ഫസ്റ്റ് പഠിച്ചു. എന്താ, ലിവ്ലിഹുഡ്. D എന്താ, ഡിസ്ട്രിബ്യൂഷൻ. ഇതിപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓർത്ത് വയ്ക്കണമെന്നില്ല. നമുക്കിങ്ങനെ പെട്ടെന്ന് LD എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ, നേരത്തെ പഠിച്ചിട്ടേ ഉള്ളൂ, കോൺസെൻട്രേഷൻ. ഈ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വായിച്ച് കോഡ് പഠിച്ച് വെച്ചാൽ മതി. PHC. P എന്താണ്, പി എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് പേ ആയിട്ട് ബന്ധപ്പെട്ട് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. H എന്താ, ഹെൽത്ത് ഓഫ് വർക്കേഴ്സ്. C എന്താ, ചിൽഡ്രൻ.
ഇങ്ങനെ ഓർത്താൽ മതി. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ വന്നു, ഏതായിരുന്നു ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ നമ്മൾ വേഗം അങ്ങനെ എടുത്ത് നോക്കൊന്നും വേണ്ട. LDC PHCയിൽ ABCD, പി എത്രാമത്തെ LDC PHCയിൽ 4ാമത് വരുന്നത്, 4th ആൽഫബറ്റ് D. അപ്പം എന്താ ഇവിടെ എടുത്ത് നോക്കുക, ഇതാ കിടക്കണോ 4th ആൽഫബറ്റ് D, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഇതാ കിടക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു കാര്യം, LDC PHC. അപ്പോൾ ഇത് 39th ആർട്ടിക്കിളാണ്, 39 ABCDEF വരെ അപ്പോൾ നമ്മൾ പഠിച്ചു. ഇതിൽ ഈ ഒരു സംഭവം മാത്രമാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ ആഡ് ചെയ്തത്, ഓപ്പർച്യൂണിറ്റി ഫോർ ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. അത്ര പഠിച്ചാൽ മതി, ആ വലിയ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും പഠിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഓക്കെ, അപ്പോൾ ആ ഒരു കോഡ് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് ഫർദറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ആർട്ടിക്കിൾസാണ് നോക്കാൻ പോകുന്നത്. 39 തന്നെ വലിയൊരു ആർട്ടിക്കിളായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി 39A എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് 39A ആണോ അല്ലെങ്കിൽ 39A ആണോ എന്നാണ്. 39A എന്താ, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. അത് വേറൊരു ആർട്ടിക്കിളാണ്, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ഫോർ പുവർ എന്ന് പറഞ്ഞത്. 39A എന്താണ്, LDC PHC, L എന്താ ലിവ്ലിഹുഡ്. ഉണ്ടോ, അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കണം, അത് മാറിപ്പോകരുത്. അപ്പോൾ ഇത് നമുക്ക് ഓർത്തെടുക്കാൻ ആ കോഡ് ഓർത്താൽ മതി. പക്ഷേ ഇത് വേറൊരു സംഭവമാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിന്നെ അതേപോലെ ഇതും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഈ ഒരു പോയിൻ്റ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇത് പഠിക്കാൻ നമുക്ക് കോഡിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് 39 എല്ലാം പഠിച്ചു കോഡ് വെച്ചിട്ട് 39A നമുക്കറിയാം, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു പുവർ ആണ് എന്ന് പഠിച്ചു വയ്ക്കുക. 40 വില്ലേജ് പഞ്ചായത്താണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗാന്ധിജി ഐഡിയോളജിയിൽ വരുന്നതാണ് വില്ലേജ് പഞ്ചായത്ത് എന്ന് പറയുന്നൊരു ഇത് നമുക്ക് 73ാമത്തെ അമെൻമെൻറ്റിലൂടെ 243 ആർട്ടിക്കിളിൽ കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് വന്നു എന്നുള്ളത് അറിയാം. ഓക്കെ, പിന്നെ 41 അങ്ങനെ പഠിക്കണമെന്നില്ല, എന്നാലും മനസ്സിലാക്കി വയ്ക്കുക. റൈറ്റ് ടു വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ്. 42 അത് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഇൻ വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്. അതായത് വർക്കേഴ്സിന് മൈനിങ്ങിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ജസ്റ്റിസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. 43 എന്താ, ലിവിങ് വേജ് ഫോർ വർക്കേഴ്സ്. അതായത് ഇതും അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും മനസ്സിലാക്കി വയ്ക്കുക. അതായത് സാധാരണ ജീവിച്ചു പോകാനുള്ള ഒരു പൈസ. 43A എന്താ, പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രീസ്, പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ UCCയും പഞ്ചായത്തും ഞാൻ ഓർക്കാൻ വേണ്ടി നമ്മളങ്ങനെയൊന്നും പറയണ്ട, കാരണം ന്യൂസിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എക്സാമിൽ തന്നെ SSC ഒക്കെ അങ്ങനെ ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ബാക്കിയുള്ളതൊക്കെ ഈ 42 ഓർക്കാനൊരു എളുപ്പം വഴിയുണ്ട്. എളുപ്പം വഴിയല്ല, 21ാമത്തെ എന്താണ്, റൈറ്റ് ടു ലൈഫാണ്. 42 എന്താണ്, 21ൻ്റെ ഇരട്ടിയാണല്ലോ. ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷനാണ്. ഹ്യൂമൻ കണ്ടീഷൻ വേണ്ട, ലൈറ്റ് ടു ലൈഫ് ആകുമ്പം. അപ്പം അങ്ങനെ ഓർത്താലും മതി. മെറ്റേണിറ്റി റിലീഫ് ഉണ്ട് അതിൽ, അതൊന്ന് ഓർക്കണം കേട്ടോ. 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റേണിറ്റി, 42ൻ്റെ കണ്ടിന്യൂഷനായി വരുന്ന മെറ്റേണിറ്റി റിലീഫ്. 42. ഓക്കെ, അത്രയൊക്കെയാണുള്ളത്. 43A വേറൊരു ഇമ്പോർട്ടൻസും കൂടി വരുന്നുണ്ട്. അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുണ്ട്. എന്താണ്, 43A, 43A, 43B, 43A ആഡ് ചെയ്തത് 42nd അമെൻമെൻറ്റിലൂടെയാണ്. അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വരും കേട്ടോ, ഏതൊക്കെയാണ് 42nd ആഡ് ചെയ്തതെന്ന്. ഇത് 42nd ആഡ് ചെയ്തത്, ഇത് 42nd ആഡ് ചെയ്തത്, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റായി. ഇത് 97th അമെൻമെൻറ്റിൽ നിന്ന് നമ്മൾ മുമ്പേ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ കാണിച്ചു തരാം. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ് പഠിച്ച സമയത്ത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ പഠിച്ച് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു പോർഷൻ ഉണ്ട്. ഈ ഒരു പോർഷൻ, ഫോർമേഷൻ ഓഫ് അസോസിയേഷൻ ഓർ യൂണിയൻ. ഇതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആഡ് ചെയ്തത് 97th അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നു. അതേപോലെയാണ് 97th അമെൻമെൻറ്റ് ഓഫ് 2011 കേട്ടോ. 2011
ഇതും നമ്മൾ പഠിക്കുന്നത് DPSP ഈ DPSP എന്ന് എടുത്തിട്ടാണ് അങ്ങോട്ട് ആഡ് ചെയ്തത്. അന്ന് നമ്മൾ 39 ഇത് പഠിച്ചിരുന്നു, 42 43B എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്ര ഓർത്ത് വെച്ചാൽ മതി. അതാണ് ഈ ആർട്ടിക്കിൾസ് ഉള്ളത്. ഇത് DPSP പകുതിയായിട്ടേ ഉള്ളൂ, ബാക്കി പകുതിയും കൂടി ഉണ്ട്. നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്യാം. അപ്പം ആദ്യത്തെ പാർട്ടിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ പോർഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്കേഴ്സിന് ഹ്യൂമൻ കണ്ടീഷൻ വേണമെന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഏതായിരുന്നു? 21ഉം 42 ഓർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ റൈറ്റ് ടു വർക്ക് ഉള്ളതും ഉണ്ട്, അത് പക്ഷേ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ DPSP കുറിച്ച് ആദ്യം ആൾക്കാർ പറഞ്ഞത്, അത് നമ്മളിപ്പോൾ കോഡൊന്നുമില്ല, വെറുതെ ഓർത്തിരിക്കുകയെന്നേ ഉള്ളൂ. DPSP എന്ന് പറഞ്ഞാൽ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസാണ്. പാർട്ട് 4 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ DPSP എന്ന് പറഞ്ഞാൽ വെൽഫെയർ ഓഫ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ്, അയർലാൻഡിൽ നിന്നാണ് കടമെടുത്തത്. അത് കഴിഞ്ഞിട്ട് 36, 37, 38 വരെ 38 വരെ നമ്മൾ അറിയാം ഇത് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. 12x3 എന്ന് പറഞ്ഞു. ഇത് എന്താണ്? ഇത് വെൽഫെയർ ഓഫ് ഫണ്ട് എൻഫോഴ്സിബിൾ അല്ല, മറ്റേത് വോയിഡ് അല്ല എന്നാണ് പറയുന്നത്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെതിരെ എന്ത് ലോ ഉണ്ടാക്കിയാലും അത് വോയിഡ് ആണെന്നാണ് 13ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്. പക്ഷെ 37 എന്താ? എൻഫോഴ്സിബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇത് വെൽഫെയർ ഓഫ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് പറയുന്നു. ഓക്കെ, ആദ്യത്തെ 3 ആർട്ടിക്കിൾ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 39 EA അല്ല കേട്ടോ, EA ആയി പോകരുത്, അത് പ്രത്യേകം ഓർക്കണം. ABCDEF ഇത് 42ാമത്തെ അമെൻമെൻറ്റിലാന്ന് പറഞ്ഞു. ഇതെന്താണ്? ലിവ്ലിഹുഡ് L. പിന്നെന്താ? LD ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. C കോൺസെൻട്രേഷൻ. P LDC PHC അല്ലേ? ഓക്കെ, PHC. P എന്തായിരുന്നു? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. H എന്തായിരുന്നു? ഹെൽത്ത് ഓഫ് വർക്കേഴ്സ്. C എന്തായിരുന്നു? ചിൽഡ്രൻ. ഓക്കെ, അപ്പം ഇത് 39 കോഡ് വെച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് 39A എന്താണെന്ന് നേരത്തെ പഠിച്ചു, ഈക്വൽ ജസ്റ്റിസ് ഫോർ ഈക്വൽ വർക്ക്. അതും 49th അമെൻമെൻറ്റിൽ ആഡ് ചെയ്തതാണ്. 39A പഠിച്ചു. ഈക്വൽ ജസ്റ്റിസ് ആണ്, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു പുവർ, അതാണ് പറഞ്ഞത്. പിന്നെ 39A കഴിഞ്ഞ് 39A കഴിഞ്ഞ് 40 പഠിച്ചു, വളരെ സിമ്പിളാണ്. അതുപോലെ 41 റൈറ്റ് ടു വർക്കാണ്, പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് അല്ല. 43A, 43B, 44 ഇതുവരെയാണ് പഠിച്ചത്. 40 എന്തായിരുന്നു? വില്ലേജ് പഞ്ചായത്ത്. ഇതെന്താ? യൂണിഫോം സിവിൽ കോഡ്, UCC. അത് എടുത്ത് പറയുന്നില്ല, അതൊരു സിമ്പിളായ കാര്യം. യൂണിഫോം സിവിൽ കോഡ് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ഒരേ നിയമം എന്ന രീതിയിൽ കൊണ്ടുപോവുക, യൂണിഫോം ആയിട്ടുള്ളത്, ഓർത്തറിയാലോ. 42 മെറ്റേണിറ്റി റിലീഫ് വരുന്നത്, 21x2 ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ. ഇവരതിൽ നിന്നാണ് എന്താ പറയുക, ഹ്യൂമൻ കണ്ടീഷനിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ആർട്ടിക്കിൾ 42 ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ. പിന്നെ അതുപോലെ 43Aയും Bയും. ഇതെന്താ? ഇതാണ് 97th അമെൻമെൻറ്റിൽ ആഡ് ചെയ്തത്, കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതെന്താ? മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി. ഈ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി എന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഡസ്ട്രി ഉണ്ടാകുമ്പം അവിടുത്തെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളിൽ അവിടുത്തെ വർക്കേഴ്സും കൂടി ഇടപെടണം, എന്നാലാണ് അതൊരു പ്രോപ്പറായിട്ടുള്ള ഇതാവുള്ളൂ എന്ന് പറയുന്നതാണ് ഈ 43A. ഇതും 42nd അമെൻമെൻറ്റിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. ഇത് വെറുതെ അല്ല 42nd മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. 39A ആഡ് ചെയ്തു. അതേപോലെ 39 LDC PHC ചിൽഡ്രൻ. അപ്പോൾ 6 F ആഡ് ചെയ്തു. ഇതൊക്കെ ആഡ് ചെയ്തത് എന്താ? ഈ ഒരു ആർട്ടിക്കിളിൽ ഇത് ആഡ് ആയതുകൊണ്ടാണ്. ഇതൊക്കെ അതിൽ ആഡായി പോയതാണ്. മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി അല്ലേ? അപ്പോൾ ഇത്രയാണ് DPSP ഒരു ഫസ്റ്റ് പാർട്ട് എന്നുള്ള ക്ലാസ്സിലുള്ളത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ.